Hi friends, Offroad Jeep's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മളൊരു പുതിയ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ തട്ടം നമ്മളൊന്ന് മാറ്റി ചവിട്ടുകയാണ്. അപ്പോൾ പുതിയ പ്ലാറ്റ്ഫോമിലുള്ള വീഡിയോസ് ആയിരിക്കും ഇനി അധികം നമ്മുടെ ചാനലിൽ കൂടുതൽ വരിക. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കിടിലം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ പൊളിച്ചടിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയ ഒരു ഓഫ് റോഡ് വണ്ടി എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര ജീപ്പാണ്. ഇവിടെ അതേ ലെവലിൽ പൊളിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ ടൊയോട്ട ഹൈലക്സ് സർഫ്. അതിൻ്റെ ഒരുപടി മുകളിലായിട്ട് നമ്മുടെ 80 സീരീസ് ലാൻഡ് ക്രൂസർ റാംഗ്ലർ ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും താഴെ നിന്ന് മുകളിലേക്ക് പോകാം എന്ന് കരുതി. അപ്പം പുറകെ നമ്മൾ ലാൻഡ് ക്രൂസറിൻ്റെ റാംഗ്ലറിൻ്റെ ഒക്കെ വീഡിയോസ് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ചാനലിലൂടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലൻഡ് വളരെയധികം പ്രകൃതിമനോഹരമായ രാജ്യമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ട്രാവൽസ് വീഡിയോസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിവേ കൂടുതൽ പറഞ്ഞ് ചെലവാക്കുന്നില്ല. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു 99 മോഡൽ 3rd ജനറേഷൻ ടൊയോട്ട ഹൈലക്സ് സർഫാണ്. ഇതിലൊരു 3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ് ടൊയോട്ട ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ സർഫ് ഫോർറണ്ണർ എന്ന പേരിലാണ് UK-യിലും മറ്റും ഒരു കാലത്ത് വിറ്റിരുന്നത്. ഫോർറണ്ണർ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് കോട്ടയം R&Dയിലെ സാമച്ചായൻ്റെ കൈ മാത്രമാണ്. പുള്ളിയുടെ ഗ്യാരേജിൽ ഒരുമാതിരിപ്പെട്ട റയർ ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട്. ഈ വണ്ടിയിൽ അഡീഷണലായി ചെയ്തിരിക്കുന്നത് 2 ഇഞ്ച് ലിഫ്റ്റും MD ടയറും സ്നോർക്കലും ഡിഫ് ബ്രീത്തറും അതേപോലെ ഫ്രണ്ട് ബുൾബാറും എല്ലാം ആണ്. ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ പൂർണ്ണമായി പരിചയപ്പെടാം. നമുക്ക് പതിവ് പോലെ ഡീറ്റെയിൽഡായ റിവ്യൂ ഫ്രണ്ടിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. വണ്ടിയുടെ ഫ്രണ്ട് വ്യൂയിൽ കൂടുതലായിട്ടും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് ബുൾബാർ തന്നെയാണ്. ആ ബുൾബാറിൽ തന്നെ അഡീഷണൽ ലൈറ്റുകളും ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിഞ്ചിനായിട്ടുള്ളൊരു പ്രൊവിഷൻ ഇതിന് താഴത്തായിട്ടുണ്ട്. ഇവിടെ ഒരുവിധം എല്ലാത്തരം മോഡിഫിക്കേഷനും ലീഗലി അലൗഡ് ആണ്. അതുകൊണ്ട് തന്നെ സർട്ടിഫൈഡ് ആയ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പോകണം നമ്മൾ ഇത്തരം മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട്. വണ്ടിയിൽ എയർ ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ബമ്പർ എയർ ബാഗ് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പാണ്. MCC എന്നൊരു ബ്രാൻഡാണ് ഈ ബുൾബാർ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ബുൾബാറിൽ ഒരു CB റേഡിയോ ആൻറ്റിന കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ എയർ ഫ്ലോയ്ക്കായിട്ട് ഒരു ഇൻടേക്ക് ഹുഡ് സ്കൂപ്പ് കൂടെ ഇതിൻ്റെ ബോണറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് 16 ഇഞ്ച് കൂപ്പറിൻ്റെ STT Pro ടയറാണ്. ഇതിൻ്റെ VLPCD വരുന്നത് 139.7x6 ഹോളാണ്. അതായത് നമ്മുടെ പജീറോ ഫോർച്യൂണറെല്ലാം വരുന്ന സെയിം സൈസ് തന്നെയാണ്. നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന ടയർ സൈസ് 265, 75, 16 ആണ്. പിന്നെ അഡീഷണലായിട്ട് ഒരു സ്നോർക്കൽ പിടിപ്പിച്ചിട്ടുണ്ട് ഈ വാഹനത്തിൽ. ഇത് സഫാരി എന്നൊരു ബ്രാൻഡിൻ്റെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ സൈഡിലേക്ക് പോകാം. ഫ്രണ്ടിൽ WH1 കോയിൽ ഓവർ സസ്പെൻഷനും ബാക്കിൽ കോയിൽ സ്പ്രിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഡോബിൻസൺ എന്ന ഓസ്ട്രേലിയൻ ബ്രാൻഡിൻ്റെ ലിഫ്റ്റ് കിറ്റാണ് ഓണർ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഇഞ്ച് ലിഫ്റ്റാണ് ഈ വാഹനം ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബാഷ് പ്ലേറ്റ് വണ്ടിയുടെ അടി കൊടുത്തിട്ടുണ്ട്. ഇത് ത്രൂ ഔട്ട് വണ്ടിയുടെ ഫ്രണ്ട് ടു റിയർ മേജർ പാർട്സ് എല്ലാം കവർ ആവുന്ന രീതിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 3 mm തിക്നെസ്സിലാണ് ഈ ബാഷ് പ്ലേറ്റ് കമ്പനി നിർമ്മിച്ചിരിക്കുന്നത്. AC ഫാം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രോഡക്റ്റാണിത്. ത്രൂ ഔട്ട് ഈ പ്ലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ഏരിയ അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഏരിയ ഒന്നും ഇടിച്ച് പൊളിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ റിയറിലെ സസ്പെൻഷൻ സെറ്റപ്പ്. ഒരു കോയിൽ സ്പ്രിങ്ങും ഷോക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ കോയിൽ സ്പ്രിങ്ങും ഫ്രണ്ടിൽ WH1 സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ വണ്ടി നല്ല രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല സ്ട്രോങ് ആയ ഒരു സെപ്പറേറ്റ് ബ്രാക്കറ്റിലാണ് ടൊയോട്ട ഇതിൻ്റെ സ്പെയർ ടയർ മൗണ്ട് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സെറ്റപ്പും. ഇതാണ് സ്പെയർ ബ്രാക്കറ്റിൻ്റെ ലോക്കിംഗ് മെക്കാനിസം. ഈ ലിവർ വലിച്ചാൽ മാത്രമേ ഇത് ഊരി വരികയുള്ളൂ. ഈ മെക്കാനിസം ഈ ഒരു ഹോളിനുള്ളിലേക്കാണ് കടന്നുപോയി ലോക്കാകുന്നത്. സമീപത്തായിട്ട് തന്നെ അത് ലോക്കായോന്ന് അറിയാനായിട്ട് ഡോറിലും മറ്റും കാണുന്ന പോലെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. റിയർ സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു സ്പോയിലറും ഗ്ലാസിന് താഴത്തായി ഒരു വൈപ്പറും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹൈലക്സ് സർഫ് എന്ന ബാഡ്ജും ഘടിപ്പിച്ചിട്ടുണ്ട്. ഹൈലക്സ് എന്നതുകൊണ്ട് ടൊയോട്ട ഉദ്ദേശിക്കുന്നത് ഹൈ ലക്ഷറി എന്നാണ്. ഇനി നമുക്ക് ഇവൻ്റെ എൻജിൻ റൂം ഒന്ന് തുറന്ന് അതിനുള്ള വിശേഷങ്ങളോടെ ഒന്ന് കാണാം. ഓഫ് റോഡ് എല്ലാം കഴിഞ്ഞ് കൊണ്ടുവച്ചതാണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ചെളിയായതുകൊണ്ട് അത് മാത്രമേ ക്ലീൻ ചെയ്തുള്ളൂ. എൻജിൻ റൂം തൊട്ടിട്ടില്ല. ഇതാണ് ഇവൻ്റെ ഹൃദയം. 3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണിത്. 1KZ എന്നാണ് ഇതിനെ ടൊയോട്ട വിളിക്കുന്നത്. 2982 ക്യൂബിക് കപ്പാസിറ്റി ഉള്ള ഈ എഞ്ചിൻ അതിൻ്റെ മാക്സിമം പവറായ 145 PS 3600 RPMലും അതിൻ്റെ മാക്സിമം ടോർക്കായ 345 Nm ടോർക്ക് 2000 RPMലുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ്റർകൂളർ, എയർ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം, പിന്നെ ABSൻ്റെ സെറ്റിങ്, പോസ്റ്റർ,
ബ്രീത്തർ. ഇതിന് സിംഗിൾ ബാറ്ററി അല്ല വരുന്നത്. ഒരു അഡീഷണൽ ബാറ്ററിക്കുള്ള സ്പേസ്. ഓവർലാൻഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ബാറ്ററി ബാക്കപ്പ് വേണമെങ്കിൽ ഒരു അഡീഷണൽ ബാറ്ററി ഈ ഒരു ഏരിയയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്നത് വാഹനത്തിൻ്റെ വൈപ്പർ മോട്ടർ, അതേപോലെ ഡീസൽ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ആണ്. കംപ്രസർ AC, പിന്നെ ഡൈനാമോ. ഒരു കുഞ്ഞു പുള്ളി അതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ. ഇവിടെ ഒരു പുള്ളി എക്സ്ട്രാ ഇതിൻ്റെ ടെൻഷർ ആയിരിക്കും അല്ലേ. ടൈമിംഗ് ബെൽറ്റിൻ്റെ കവറിന് മുകളിലായിട്ട് എല്ലാ 1,00,000 കിലോമീറ്ററും കറക്റ്റായിട്ട് മാറിക്കോണം എന്ന് പറഞ്ഞ് ടൊയോറ്റ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സർഫ് അത്യാവശ്യം ഹെവി ആയ ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് ടൊയോട്ട ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലൂയിഡ് കാനും പവർ സ്റ്റിയറിംഗ് പമ്പുമെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ആക്സൽസ് CV ജോയിൻറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് സിസ്റ്റമാണ് പവർ സ്റ്റിയറിംഗിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വണ്ടി വെള്ളത്തിലിറക്കാൻ മിക്കപ്പോഴും കിട്ടുന്നൊരു പണിയാണ് ഹൗസിംഗ് ട്യൂബിനുള്ളിലും അതേപോലെ ഗിയർ ബോക്സിനുള്ളിലും എല്ലാം വെള്ളം കയറുക എന്നുള്ളത്. അതിനൊരു പ്രതിവിധിയാണ് ഈ ബ്രീത്തർ മെക്കാനിസം. കാരണം വെച്ചാൽ നമ്മൾ എഞ്ചിനിലേക്ക് വെള്ളം കയറാതിരിക്കാനായിട്ട് സ്നോർക്കൽ വഴി എയർ ഇൻടേക്ക് മുകളിലേക്ക് കൊടുക്കുന്നു. സെയിം മെക്കാനിസം തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിഫറൻഷ്യലിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും എല്ലാം ബ്രീത്തർ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പൈപ്പ് വഴി ഇത്രയും ഹൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിലിപ്പോൾ 4 ഔട്ട്പുട്ടാണുള്ളത്. അതിൽ 2 എണ്ണം ഫ്രണ്ടിലെയും ബാക്കിലും ഡിഫറൻഷ്യലിന് വേണ്ടിയും ബാക്കിയുള്ള 2 എണ്ണത്തിൽ 1 എണ്ണം ഗിയർ ബോക്സിനും 1 എണ്ണം ട്രാൻസ്ഫർ കേസിനും പോയിരിക്കുന്നു. നിലവിൽ ഈ വണ്ടിയിലെ ഗിയർ ബോക്സിൽ നിന്നുള്ള ബ്രീത്തർ കൊടുത്തിട്ടില്ല. ഇതേ സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു അപരിഷ്കൃത വെർഷൻ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ ജീപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ മിക്ക കടയിലും മേടിക്കാൻ കിട്ടുന്ന വാട്ടർ പൈപ്പ് മേടിക്കുക. വാട്ടർ പൈപ്പ് മേടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു എഡ്ജ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഡിഫിൻ്റെ ബ്രീത്തറിന് മുകളിലേക്ക് ഉന്തി കയറ്റുക. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായ അളവിൽ കട്ട് ചെയ്തിട്ട് മറ്റേ അറ്റം നമ്മളൊരു കേബിൾ ടൈ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റായിട്ട് എവിടെയെങ്കിലും സേഫായിട്ട് കെട്ടിവെക്കുക. ഇങ്ങനെ കെട്ടിവെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പിന് അത്യാവശ്യം ഒരു പ്ലേ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ വണ്ടി ഫ്ലെക്സ് ആകുന്ന സമയത്ത് പൈപ്പ് അവിടുന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വണ്ടിയുടെ എക്സ്റ്റീരിയർ പാർട്ട് ഏകദേശം കവറായി. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ഓഫ് റോഡിങ് എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്ന് നല്ല നീറ്റായിട്ട് ഷാമ്പു വാഷ് എല്ലാം കഴിഞ്ഞ് വെച്ചേക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് നല്ല വൃത്തി. ഉള്ളിൽ വളരെ സ്പേഷ്യസ് ആണ് നമ്മുടെ ഈ സർഫ്. മാത്രമല്ല ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റുകൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു ലോഡിംഗ് ബേ നമുക്ക് ആക്കിയെടുക്കാം. ഈ കാണുന്ന സ്വിച്ചിനൊരു ഡെഡിക്കേറ്റഡ് ഫംഗ്ഷനാണുള്ളത്. ഇതിലെ അപ്പ് ആൻഡ് ഡൗൺ പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ റിയർ ഗ്ലാസ് ഒരു പവർ വിൻഡോ പോലെ ഉയർത്തുവാനും താഴ്ത്തുവാനും സാധിക്കും. അതിന് താഴത്തായി കാണുന്ന ഈ സ്വിച്ച് വണ്ടിയുടെ ഐഡ്ലിംഗ് കൂട്ടി വെക്കാനായിട്ടാണ്. ഈ ഒരു റെഡ് മാർക്കുള്ള സ്വിച്ച് വണ്ടിയുടെ ഫ്രണ്ടിൽ അഡീഷണൽ ലൈറ്റിൻ്റെയാണ്. പിന്നെ ഈ വണ്ടിക്ക് ഫ്രണ്ടിൽ 2 എയർ ബാഗുകളാണ്, ഒന്ന് ഡ്രൈവർക്കും ഒന്ന് കോ ഡ്രൈവർക്കും. പിന്നെ വണ്ടിയുടെ സ്റ്റിയറിങ്ങിന് മുകളിലായിട്ട് ഒരു അഡീഷണൽ ഹീറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് അതിനകത്തുള്ള ഹീറ്റ് കാണിക്കും. അപ്പോൾ നമുക്ക് ത്രോട്ടിൽ മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി കൊണ്ടു നടക്കാൻ സാധിക്കും ഓവർ ഹീറ്റ് ആകാതെ. പിന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവറാണ് ഈ കാണുന്നത്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പ് സ്റ്റിയറിംഗ് ആണ് ഇതിനുള്ളത്. ഒരു 4 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വണ്ടിയിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് 2 സീറ്റുകൾക്ക് നടുവിലായിട്ട് ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്നു. അതിന് താഴത്തായിട്ടാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ CB റേഡിയോയുടെ വോക്കി ടോക്കി. ഈ വണ്ടിക്ക് സെൻട്രൽ ഡിഫറൻഷ്യൽ ആയതുകൊണ്ട് അത് എൻഗേജ് ചെയ്യാനുള്ളൊരു സ്വിച്ചാണ് നമ്മുടെ ഈ 4 വീലിൻ്റെ ലിവറെ കാണുന്നത്. ഇത് എൻഗേജ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് 4 വീൽ ഡ്രൈവ് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു 4 വീൽ ഇടാൻ വേണ്ടി പോവാണ്. ക്ലസ്റ്ററിൽ നോട്ടിഫിക്കേഷൻസ് ഒന്നുമില്ല. വണ്ടി പാർക്കിങ്ങിൽ കിടക്കുന്നത്. ആദ്യം നമ്മൾ ന്യൂട്രലിലേക്ക് മാറ്റണം അല്ലേ? ഓക്കെ, ചെയ്തു. മേളിലൊരു ഇതുണ്ട്, അത് പ്രസ് ചെയ്താണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നേരെ ന്യൂട്രലിടുന്നു. ന്യൂട്രലിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ടൊരു സ്വിച്ച് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതിനൊരു സെൻട്രൽ ഡിഫ് എൻഗേജ് ചെയ്യുന്നൊരു സ്വിച്ച് ഉണ്ട്. ഇവിടെ കാണാൻ പറ്റും 4 വീൽ ഡ്രൈവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് എൻഗേജ് ചെയ്യുന്നു. അത് പ്രസ് ചെയ്താൽ എൻഗേജ് ആവും അല്ലേ? ഓക്കെ, അതിനുശേഷം നേരെ താഴത്തേക്കാണ് ഹൈ.
പാറ്റേണിലൂടെ നേരെ താഴത്തേക്ക് ഹൈ അല്ലേ? ഓക്കെ. പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് ലോ. ഓക്കെ. ഒന്നുകൂടെ ഒന്ന് പാറ്റേൺ ഇട്ട് കാണിക്കോ? ടൂ വീലിലോട്ട്. ആ, ടൂ വീല്. ഇപ്പോൾ ഫോർ വീൽ ഹൈ. ഓക്കെ. ഫോർ വീൽ ലോ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പം സെൻട്രൽ ഡിഫ് എനേബിൾ ആക്കുന്ന സമയത്ത് അവിടെ വരുമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഹീറ്റർ സെൻസറിൻ്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണാൻ സാധിക്കും. 129 ഇപ്പോൾ റീഡിങ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഫാരൻഹീറ്റിലാണ് കാണിക്കുന്നത് തോന്നുന്നു. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് കസ്റ്റം കിറ്റ് മേടിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. കമ്പനി നോർമലി 2 ഇഞ്ച് ഡയുള്ള പൈപ്പാണ് എക്സോസ്റ്റിന് കൊടുത്തിട്ടുള്ളത്. കസ്റ്റം കിറ്റ് മേടിച്ച് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ദം പൈപ്പ് തൊട്ട് എൻഡ് വരെ 3 ഇഞ്ച് ഓപ്പൺ എക്സോസ്റ്റോട് കൂടി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പാണ് ഉപയോഗിക്കാറ്. എനിവേ ഞാൻ ഈ വണ്ടിയുടെ എക്സോസ്റ്റിനോട്ടൊന്ന് കേൾപ്പിച്ച് തരാം. നമ്മളിവിടെ ഹോഴ്സ് പവറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം റിയൽ ആയിട്ടുള്ള ഹോഴ്സസ് വന്ന് നിൽക്കുന്നത്. ഇനി നമുക്ക് മെല്ലെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് ഇവൻ്റെ കുറച്ച് ഓഫ് റോഡ് വീഡിയോസ് എല്ലാം കാണാം. അതിനുശേഷം മെല്ലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ സർഫിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുറകെ നമ്മൾ നല്ല കിഡിലം വണ്ടികളായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കട്ട സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. അപ്പം മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.